വീണ്ടും വീണ്ടും പയറിട്ട് വെറുപ്പിക്കുകയാണല്ലോ എന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. ഇനി അന്ന് ആ വേവിച്ച് വെച്ചിരുന്ന പയറിൽ ഒരു മൂന്നിലൊന്ന് ബാക്കിയുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതങ്ങോട്ട് നമുക്ക് ഒലത്തിയെടുക്കാന്ന് വെച്ചാൽ തോരൻ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് കേട്ടോ. അതിനുവേണ്ടി സവോളയും കറിവേപ്പിലയും ഇട്ട് മൂത്ത് കഴിയുമ്പം ഞാൻ അതിൻ്റെ അകത്തോട്ട് 2 കഷ്ണം വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടത്. വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ടിട്ട് പിന്നെ തേങ്ങ ഫ്രോസൺ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അത് നല്ല ചൂടത്ത് ഇട്ട് കുറച്ചൊന്ന് ഇളക്കി കഴിയുമ്പോൾ നല്ലോണം ഇതുപോലെ നമുക്കിങ്ങനെ വിടുന്ന് കിട്ടും. അത് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ തോരൻ റെഡിയാണ്. ഇളക്കുമ്പം നല്ലോണം ഒന്ന് ഇച്ചിരി കൂടുതൽ തീയിൽ വെച്ച് ശരിക്കൊന്ന് ഇളക്കിയിടും. കാരണം ആ പയർ തണുത്തിരിക്കുവാണല്ലോ, ഒന്ന് ശരിക്കും ചൂടായി വരണമല്ലോ. പിന്നെ ഈ ഉണ്ടാക്കുന്ന ചീനച്ചട്ടിക്ക് ഒരു കഥയുണ്ട്. ഈ ചീനച്ചട്ടി പണ്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അനൂപ് ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നായിരുന്നു. അത് കഴിഞ്ഞ് അവന് നാട്ടിൽ പോകേണ്ടി വന്നു, ഇവിടെ ജോലി കിട്ടാത്തത് കൊണ്ട്. അപ്പോൾ അവൻ ഇവിടെ ഞങ്ങൾക്ക് തന്നിട്ട് പോയ ഒരു ചീനച്ചട്ടി കേട്ടോ. ഇത് അനൂപാണോ സുമിതയാണോ ഇത് കൊണ്ടുവന്നതെന്ന് അറിയില്ല. അനൂപിൻ്റെ വൈഫാട്ടോ സുമിത. പക്ഷെ നല്ല ചീനച്ചട്ടിയാണ്, ഞങ്ങൾ ഇതുവരെ അത് കളഞ്ഞിട്ടില്ല. അവരുടെ ഒരു ഓർമ്മയുമാണ്. പക്ഷേ ഇത് നല്ല ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ചീനച്ചട്ടിയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചീനച്ചട്ടി. അവരിപ്പം അയർലൻഡിലുണ്ട് കേട്ടോ. അയർലൻഡിൽ 2 പേരും നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നു. 2 പേരും സ്ഥലം വാങ്ങിച്ച് വീടൊക്കെ വെച്ച് അവർ സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പോഴും നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല 2 പിള്ളേരെന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ 2 പിള്ളേരുണ്ട്. എന്നാലും ഞങ്ങൾക്ക് അവർ ഇപ്പോഴും 2 നല്ല പിള്ളേരാണ്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റിയ ഫാമിലിയാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഈ ചീനച്ചട്ടിയുടെ ഒരു കഥയും കൂടി ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു.